പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും എന്റെ നമസ്കാരം. നമുക്കിന്നൊരു ആംഗ്യപ്പാട്ട് കേട്ടാലോ? എന്റെ ആംഗ്യപ്പാട്ടിന്റെ പേര് നെയ്യപ്പക്കൊതി. നിങ്ങൾക്ക് എല്ലാവർക്കും നെയ്യപ്പം ഇഷ്ടമല്ലേ? നെയ്യപ്പം ഇഷ്ടമല്ലാത്ത ആരാ? നെയ്യപ്പൊതി മൂത്ത അപ്പൂപ്പനും അമ്മമ്മക്കും ഒടുവിൽ എന്താ സംഭവിച്ചത്? നമുക്കൊന്ന് നോക്കിയാലോ? കൊച്ചു കൂരയ്ക്കലയപ്പൂപ്പൻ, പിച്ചക്കാരനൊരപ്പൂപ്പൻ, പിച്ചക്കൊരു നാൾ പോയപ്പോൾ പച്ചരി കിട്ടി ഇരുനാഴി. പച്ചരിയും കൊണ്ടപ്പൂപ്പൻ കൊച്ചു കൂരയ്ക്കൽ ചെന്നപ്പോൾ അമ്മമ്മയ്ക്കൊരു കൊതി തോന്നി, അപ്പൻ തിന്നാൻ കൊതി തോന്നി. പച്ചരി വേഗം കുത്തിയിട്ട് ശർക്കര ചേർത്തു കലക്കിയിട്ട് ചൂട് പരക്കുന്നപ്പം ചുട്ടു നിരത്തി അമ്മൂമ്മ. ഹയ്യട ഹയ്യ നെയ്യപ്പം, വട്ടം വട്ടം നെയ്യപ്പം, മധുപോറിടും നെയ്യപ്പം, മധുര ചക്കര നെയ്യപ്പം. വായിൽ വെള്ളം നിറഞ്ഞിട്ട് ഉള്ളിലൊരാശ പെരുത്തപ്പോൾ കൊതിയൻ നമ്മുടെ അപ്പൂപ്പൻ കയ്യിലെടുത്തു രണ്ടപ്പം. ഇത് കണ്ടപ്പോൾ അമ്മമ്മയ്ക്ക് അക്ഷം വന്നു പെട്ടെന്ന്. ആര് പറഞ്ഞു മൂപ്പീനെ കയ്യിലെടുക്കാൻ രണ്ടപ്പം? അമ്പടി കള്ളി കൊതിയെത്തി കുമ്പ കുലുക്കി തുള്ളാതെ എനിക്ക് വേണം രണ്ടപ്പം വാശി പിടിച്ചു അപ്പൂപ്പൻ. തീപ്പുകയേറ്റത് ഞാനല്ലേ, അപ്പൻ ചുട്ടത് ഞാനല്ലേ, എനിക്ക് വേണം രണ്ടപ്പം വിളിച്ചു കൂവി അമ്മൂമ്മ. ഇരുവരും അങ്ങനെ വാശിയിലായി, വാശി മുറുത്തി തടിപിടിയായി. അമ്മൂമ്മയ്ക്കൊരു കടി കിട്ടി, അപ്പൂപ്പനൊരു തടി കിട്ടി. അടിയും പിടിയും കൊണ്ടപ്പോൾ അടിപിടി കിടിപിടി മൂത്തപ്പോൾ നല്ലൊരു പോംവഴി കണ്ടെത്തി വില്ലൻ നമ്മുടെ അപ്പൂപ്പൻ. ഒത്തിരി നേരം രണ്ടാൾക്കും കുത്തിയിരിക്കാൻ മിണ്ടാതെ. ആദ്യം മിണ്ടിയാൽ കൊച്ചപ്പോ, മറ്റേയാൾക്കോ രണ്ടപ്പം. അമ്മൂമ്മയ്ക്കത് സമ്മതമായി. അങ്ങനെ തർക്കം രമ്യതയായി. അപ്പൻ കുട്ടയിലാക്കിയിട്ട് അങ്ങേ മുറിയിൽ വെച്ചിട്ട് വീട്ടുവരാന്തയിൽ രണ്ടാളും കുത്തിയിരുന്നു മിണ്ടാതെ. പെട്ടെന്നുള്ളിലടുക്കളയിൽ തടുകുടു എന്നൊരു ഒച്ച കേട്ടു. മ്യാവ് മ്യാവ് വിളി കേട്ടു. അയ്യോ, പൂച്ച ചതിച്ചല്ലോ. ആദ്യം മിണ്ടി അമ്മൂമ്മ. അയ്യേ, വെച്ചിട്ട് തച്ചല്ലോ. തുള്ളിച്ചാടിയപ്പൂപ്പൻ. ഇരുവരും അങ്ങനെ വേഗത്തിൽ ഓടിച്ചാടി ചെന്നപ്പോൾ കൂട്ടമറിഞ്ഞു കിടപ്പുണ്ട്, കുട്ട ഒഴിഞ്ഞു കിടപ്പുണ്ട്. ഉണ്ട കണ്ണു മിഴിച്ചിട്ട് ചുണ്ടും നക്കി നുണഞ്ഞിട്ട് ജനലും ചാടി മറിഞ്ഞല്ലോ കള്ളിപ്പൂച്ച കരിമ്പൂച്ച. ഒഴിഞ്ഞ കുട്ടയെ നോക്കിയിട്ട് ഒട്ടിയ വയറും തടവിയിട്ട് മെല്ലെ നടന്നു രണ്ടാളും പായ വിരിച്ചു കിടപ്പാനായി. പാവപ്പനമ്മേ, വഴക്കുണ്ടാക്കിയതുകൊണ്ടല്ലേ അവർക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. വഴക്കൊന്നിനും ഒരു പരിഹാരമല്ല. വഴക്ക് നമ്മെ ആപത്തിലേക്ക് നയിച്ചു. നന്ദി, നമസ്കാരം.